ജനകരാജധാനിയിൽ ഉഷസമാഗമത്തെ സൂചിപ്പിക്കുന്ന മംഗളവാദ്യങ്ങൾ മുഴങ്ങി. രാജമന്ദിരങ്ങളിലെല്ലാം ദീപങ്ങൾ തെളിഞ്ഞു. സൂതമാഗതന്മാരുടെ സ്തുതിഗീതങ്ങൾ കേട്ട് ജനക മഹാരാജാവും രാമലക്ഷ്മണന്മാരും ഉണർന്നെഴുന്നേറ്റു. അഗ്രഹാരങ്ങൾ ബ്രാഹ്മണരുടെ വേദോച്ചാരണം കൊണ്ട് മുഖരിതങ്ങളായി. ഭദ്രദീപങ്ങളാൽ വിളങ്ങിയ ഓരോ ഭവനവും ഭക്തിസംവർദ്ധകങ്ങളായ ഭവൽ സ്തോത്രങ്ങളാൽ ശബ്ദദായമാനമായി. രാമലക്ഷ്മണന്മാർ പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് വിശ്വാമിത്ര സന്നിധിയിലെത്തി മഹർഷിയെ വന്ദിച്ചു. മഹർഷി കുമാരന്മാരോട് കുശലങ്ങൾ തിരക്കി. മിഥിലയുടെ പ്രശസ്തിയും ജനക മഹാരാജാവിൻ്റെ ആധ്യാത്മികോന്നതിയും മഹർഷി കുമാരന്മാർക്ക് മനസ്സിലാക്കി കൊടുത്തു. അധികാരത്തിൻ്റെ ചെങ്കോലിനെ തുഴയാക്കി സംസാരസാഗരം തരണം ചെയ്ത ജീവമുക്തനാണ് ജനക മഹാരാജാവ്. ബ്രഹ്മനിഷ്ഠരായ പരമജ്ഞാനികൾ പോലും ആധ്യാത്മിക വിഷയത്തിൽ ജനകന് ശിഷ്യപ്പെടാറുണ്ട് എന്നും മറ്റും വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞുകൊടുത്തു. സംഭാഷണത്തിനിടയിൽ രാമലക്ഷ്മണന്മാർ നഗരിയാകെ ഒന്ന് നടന്നു കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോഴേക്കും ജനകരാജാവ് അതിഥികളുടെ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ അവിടെ എത്തി. വിശ്വാമിത്രൻ കുമാരന്മാരുടെ ആഗ്രഹം രാജാവിനെ അറിയിച്ചു. നഗരിയാകെ നടന്നു കാണുക അത്ര എളുപ്പമല്ല, കുമാരന്മാർക്കത് വളരെ വൈഷമ്യമുണ്ടാക്കും എന്ന് പറഞ്ഞ് രഥം തയ്യാറാക്കി കൊണ്ടുവരുവാൻ പരിചാരകന്മാരോട് കൽപ്പിച്ചു. ഒട്ടും താമസമുണ്ടായില്ല. 4 കുതിരകളെ പൂട്ടിയ രാജകീയ രഥം അതിഥി മന്ദിരത്തിന്റെ അങ്കണത്തിലെത്തി. രാമലക്ഷ്മണന്മാരുടെ വരവ് കാത്തു കിടന്നു. അപ്പോഴേക്കും അയോധ്യയിൽ നിന്ന് വന്നിരിക്കുന്ന 2 രാജകുമാരന്മാർ നഗരപ്രദക്ഷിണം നടത്തുന്നു എന്നുള്ള വാർത്ത എല്ലായിടത്തും പരന്നു. ലോകാഭിരാമന്മാരായ രാജകുമാരന്മാരെ കാണുവാൻ പുരവാസികളായ പുരുഷന്മാർ രാജവീഥികളുടെ ഇരുപാർശ്വങ്ങളിലും നിലയുറപ്പിച്ചു. കുട്ടികൾ മട്ടുപ്പാവുകളിൽ കയറി കാത്തുനിന്നു. അങ്കനാജനങ്ങൾ സൗധപ്രാസാദങ്ങളുടെ വാതായനങ്ങളിലും അഴിയിട്ട വരാന്തകളിലും സ്ഥലം പിടിച്ചു. അശ്വാരൂഢനായ നഗരപാലകൻ വഴികാട്ടി എന്ന നിലയിൽ മുമ്പിൽ സഞ്ചരിച്ചു. പിന്നാലെ രാമലക്ഷ്മണന്മാരെ വഹിച്ചുകൊണ്ടുള്ള സ്യന്ദനം രാജപുരുഷന്മാരാൽ അകമ്പടി സേവിക്കപ്പെട്ടുകൊണ്ട് മന്ദം മന്ദം മുൻപോട്ട് നീങ്ങി. മണിമന്ദിരങ്ങളുടെ മട്ടുപ്പാവുകളിലും രഥ്യകളുടെ പാർശ്വവേദികളിലും കയറി നിന്നുകൊണ്ട് ജനം രുചിരകളേബരന്മാരും രാജീവലോചനന്മാരുമായ രാജകുമാരന്മാരെ കൺകുളിർക്കെ കണ്ടു. പ്രധാനപ്പെട്ട വീതികളിലൂടെ മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരുന്ന രഥത്തിലിരുന്ന് രാമലക്ഷ്മണന്മാർ മിഥിലാ നഗരിയിലെ മനോഹര ദൃശ്യങ്ങളെല്ലാം നോക്കിക്കണ്ട് നിർവൃതി നേടി. നഗരവീഥികൾ പലതും പിന്നിട്ട് രഥം രാജധാനിയിലെ പ്രധാനപ്പെട്ട പ്രമദോദ്യാനത്തിലെത്തി നിന്നു. കുമാരന്മാർ രഥത്തിൽ നിന്ന് ഇറങ്ങി. രാജസേവകരാൽ അനുഗതരായ അവർ പുഷ്പവാടിയിൽ ചുറ്റി നടന്നു. നന്ദനോദ്യാന സദൃശ്യമായ ഉപവനത്തിന്റെ മനോഹാരിത രാജകുമാരന്മാരെ അത്യധികം ആനന്ദിപ്പിച്ചു. അവർ ഉദ്യാനത്തിലെ തടാകത്തിന്റെ തീരത്തെത്തി. പിരിഞ്ഞു നിൽക്കുന്ന ചെന്താമര മലരുകളെ തൊട്ടുരുമി കളഹംസങ്ങൾ നീന്തി നടക്കുന്ന തടാകം. അഴകാർന്ന ഹംസങ്ങൾ ഒഴുകി നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞലകളേറ്റ് താമരത്താരുകൾ ഇക്കിളി പൂണ്ടിളകുന്നു. അത് കാണുമ്പോൾ അവ അകന്നു പോയ അരണ്യങ്ങളെ വീണ്ടും അരികിലേക്ക് മാടി വിളിക്കുകയാണെന്നേ തോന്നൂ. കൽപ്പടവുകളോട് കൂടിയ തടാകത്തിന്റെ 4 പാടും നിരന്നു നിൽക്കുന്ന വൃക്ഷങ്ങൾ സുരഭിലങ്ങളായ വർണ്ണപുഷ്പങ്ങൾ വാരിപ്പിടിച്ചിരിക്കുകയാണ്. ഒരു കൊച്ചു കാറ്റിന്റെ പ്രേരണ കിട്ടിയാൽ പോലും പൊയ്കയെ പൂവിട്ട് പൂജിക്കാൻ. രാജീവലോചനായ രാമൻ അഞ്ജനം ഒന്നിച്ച് പൊയ്കയുടെ സമീപത്തുള്ള പുൽത്തകിടിയിൽ ഉപവിഷ്ടനായി. അപ്പോൾ ഉദ്യാനപാലകർ രാമലക്ഷ്മണന്മാരെ സുരഭിലങ്ങളായ സുമമാല്യങ്ങൾ അണിയിച്ച് ഭക്ത്യാദരങ്ങൾ പ്രകടിപ്പിച്ചു. സരോവരത്തിന്റെ സമീപത്തു തന്നെയാണ് മിഥിലാ രാജവംശത്തിന്റെ കുടുംബക്ഷേത്രം. അവിടെ ഗിരിരാജതനയനായ മിഥിലാ രാജവംശത്തിന്റെ പരദേവതയാണ്. ജനകനന്ദിനിയായ സീത പതിവനുസരിച്ച് തോഴിമാരും ഒന്നിച്ച് ക്ഷേത്രത്തിലേക്ക് പോകാൻ തടാകത്തിന്റെ സമീപമുള്ള നടപ്പാതയിലൂടെ മുമ്പോട്ട് നടന്നു. തടാകക്കരയിലെ പുൽപ്പരപ്പിൽ ഇരിക്കുന്ന ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോൾ സീതയുടെ ദൃഷ്ടി അല്പനേരത്തേക്ക് അദ്ദേഹത്തിൽ തടഞ്ഞു നിന്നു. ശ്രീരാമനെ കണ്ട മാത്രയിൽ ജനകാത്മജയുടെ ഹൃദയം അനിർവചനീയമായ ആനന്ദത്തിന് അധീനമായി. തോഴിമാരുടെ സാന്നിധ്യം പോലും മറന്ന് മേദിനി സുധ രാമനെ തന്നെ നോക്കി നിന്നുപോയി. ഉള്ളിൽ സങ്കല്പിച്ചിരുന്ന അവ്യക്ത രൂപത്തിന്റെ ഉടമയെ സുവ്യക്ത രൂപത്തിൽ ഒപ്പിയെടുക്കാൻ അത് ആവശ്യമാണല്ലോ. കനകച്ചിലമ്പുകളുടെ ശിഞ്ചിതവും ശ്രുതിമധുര സങ്കീർത്തനനാദവും കേട്ട് രാമലക്ഷ്മണന്മാർ ആ ഭാഗത്തേക്ക് മുഖം തിരിച്ചു. സഖീജന പരിസേവിതയായി ദേവീ ദർശനത്തിന് പോകുന്ന വിദേഹനന്ദിനിയെ ശ്രീരാമനും ഒരു നോക്ക് കണ്ടു. മനസ്സ് മുഴുവൻ രാമമയമായി തീർന്ന ജനകാത്മജ സഖീ സമേതം ക്ഷേത്രനടയിലെത്തി കൈകൂപ്പി നിന്നു. മനസ്സിൽ സൂക്ഷിക്കുന്ന അഭിലാഷത്തെ
മൗന പ്രാർത്ഥനയിലൂടെ തിരുസന്നിധിയിൽ അർപ്പിച്ച് ജനകജ ദേവി വിഗ്രഹത്തിന്റെ മുന്നിൽ പ്രണമിച്ചു. ഭക്തവത്സലയായ ഭവാനി പ്രസന്നവദനയായി പ്രത്യക്ഷ ദർശനം കൊടുത്തുകൊണ്ട് തൻ്റെ കണ്ഠത്തിൽ കിടന്ന പുഷ്പമാല്യം സീതയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുത്തു. മാത്രമല്ല, പരമേശ്വരപ്രിയയായ പാർവതി ദേവി സീതയുടെ മൂർധാവിൽ സ്നേഹചുംബനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അരുളി ചെയ്തു: മകളെ, നിന്റെ ആഗ്രഹം സഫലമായി തീരട്ടെ. അമ്മയുടെ ആശീർവാദം ലഭിച്ച ഉടനെ സീതയുടെ ഇടത് കണ്ണ് ഒന്ന് പിടയുകയും ചെയ്തു.